വളരെ വേദനാജനകമായ സംഭവമാണ്. സിദ്ധാർത്ഥൻ്റെ പിതാവിനെ കണ്ടു, അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു, സംസാരിച്ചു. ഈ സംഭവത്തിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ ആൾക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത്. ഒരു പ്രത്യേക ടീമിനെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കുറച്ചുപേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ അഭിപ്രായത്തിൽ ബാക്കി ഉള്ളവരെല്ലാം നിരീക്ഷണത്തിൽ ആണ് എന്നുള്ള നിലയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സിദ്ധാർത്ഥൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഈ ഗവൺമെൻറ്. സിദ്ധാർത്ഥൻ്റെ പിതാവിനോട് ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ അന്വേഷണം നടക്കുകയാണല്ലോ, അറസ്റ്റ് ചെയ്തതിൽ കുറേയെങ്കിലും അറസ്റ്റ് നടന്നതിൽ അവർക്ക് നടന്നല്ലോ എന്നുള്ളൊരു ആശ്വാസമുണ്ട്. ബാക്കിയുള്ളവരെയും കൂടെ അറസ്റ്റ് ചെയ്ത് അതിൻ്റെ മൊഴിയും കാര്യങ്ങളെല്ലാം വരട്ടെ, കൂടുതൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നുള്ളവരെ ചോദിച്ചപ്പോഴാണ് ഈ വിവരം വെളിപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറായത്. ഇനി ഇതിൻ്റെ കുറ്റവാളികൾ ആരായിരുന്നാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ മേലാൽ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള തരത്തിലുള്ള നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നതാണ്. ഏത് നേതൃത്വം സംരക്ഷിച്ചാലും അവർക്ക് ഒരു നിലയിലുള്ള പിന്തുണയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ മറ്റ് ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ഏജൻസികളുടെ ഭാഗത്തു നിന്നോ കിട്ടുന്ന പ്രശ്നമേ ഇല്ല. ഇല്ല, ഇതിലിപ്പോൾ SFI ആയിരുന്നാലും KSU ആയിരുന്നാലും മറ്റേതെങ്കിലും വിദ്യാർത്ഥി സംഘടന ആയിരുന്നാലും നമുക്കിതിപ്പോൾ ഒരു കൂടുതൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണത്തിന് കൂടെയല്ലേ നമുക്ക് അത് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി കഴിയുള്ളൂ. പോലീസ് ഇതുവരെ അവരെ അറസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യൽ ഇതാരാണ് അവരുടെ അറസ്റ്റ് ചെയ്തവരെ വിദ്യാർത്ഥി സംഘടനാ ബന്ധത്തെ സംബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ല. പത്രങ്ങളിലൊക്കെ വന്ന വാർത്ത വെച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി SFI ആണെങ്കിൽ തന്നെ ഇരിക്കട്ടെ, SFI ആണെങ്കിലും ഈ നടന്ന സംഭവത്തിനോട് ഗവൺമെൻറ്റിന് ഒരു യോജിപ്പും ഇല്ല എന്നുള്ള കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, പോലീസ് ഔദ്യോഗികമായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആണെങ്കിൽ പോലും അവരോടൊന്നും യാതൊരു ദാക്ഷിണ്യവും ഈ ഗവൺമെൻറ് കാണിക്കുന്ന പ്രശ്നമേ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ SFIയുടെ നിങ്ങളുടെ വാദം അങ്ങനെ ആണെങ്കിൽ പോലും അതിനോടൊന്നും ഗവൺമെൻറ് യാതൊരു യോജിപ്പുമില്ല. അത്തരക്കാരെ തീർച്ചയായിട്ടും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള എല്ലാ കഴിവുകളും ഗവൺമെൻറ് പ്രയോജനപ്പെടുത്തും. അതെല്ലാം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അത് പറഞ്ഞല്ലോ, അതിൽ കോളേജ് അധികാരികൾക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. ഈ റാഗിങ് എല്ലാ കലാലയങ്ങളിലും വലിയ പ്രശ്നമാണ്. SFI ആണ് കൂടുതലും കലാലയങ്ങൾ ഭരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? റാഗിങ് നമ്മൾ കേരളത്തിൽ തുടച്ചു നീക്കിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഞാൻ SFIയുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിരുന്ന സമയത്ത് ആ കാലഘട്ടത്തിൽ കുറച്ച് കൂടുതലായിരുന്നു. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകൾ മെഡിക്കൽ കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ തന്നെ കൂടുതലായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ തന്നെ ഇതിനെതിരായിട്ട് ശക്തമായ ശബ്ദമുയർത്തിയിട്ടുള്ളവരാണ്. പക്ഷേ ഇപ്പോൾ പല സ്ഥലങ്ങളിലും റാഗിങ് എന്നുള്ള പേരിലും അല്ലാതെ പല പേരുകളിലും ഇതേപോലുള്ള ഉപദ്രവങ്ങൾ നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. നമുക്ക് ഏത് നിലയിലായിരുന്നാലും കൂടെ പഠിക്കുന്ന കുട്ടികളെ സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും പരസ്പര സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും
പിന്നെ പഠിക്കേണ്ട കുട്ടികൾ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് ഈ നിലയിലുള്ള കാബാലിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോട് നമുക്ക് ഒരിക്കലും യോജിക്കാൻ വേണ്ടി പറ്റില്ല. അത് നമ്മുടെ സമൂഹമാകെ തന്നെ ഉണർന്ന് എണീറ്റ് അതിനെതിരായിട്ട് ഉള്ള ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും. ഗവൺമെൻറ്റും അതിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്നതാണ്.